നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ എൻ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ കാർഡിയോ തൊറാസിക് സർജറി വിഭാഗം മേധാവിയും അസിസ്റ്റൻറ്റ് പ്രൊഫസറുമാണ്. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകം മുഴുവൻ കോവിഡിൽ നിന്നും മുക്തി നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ഹൃദയ ദിനം കൂടി നമ്മളിലേക്ക് എത്തുകയാണ്. ഓരോ വർഷവും ലോക ഹൃദയ ദിനം ഓരോ സന്ദേശമാണ് നൽകുന്നത്. ജനങ്ങളിൽ ഹൃദ്രോഗത്തെക്കുറിച്ചും ഹൃദയാരോഗ്യത്തെക്കുറിച്ചും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ വർഷവും ലോക ഹൃദയ ദിനം ആചരിക്കുന്നത്. ഈ വർഷത്തെ ലോക ഹൃദയ ദിന സന്ദേശം യൂസ് യുവർ ഹാർട്ട് ടു കണക്ട് യുവർ ഹാർട്ട്, അതായത് ഹൃദയം ഹൃദയവുമായി സംവദിക്കട്ടെ, ഹൃദയങ്ങൾ ഹൃദയത്തെ കൂട്ടിയോജിപ്പിക്കട്ടെ എന്ന സന്ദേശമാണ് ഈ കോവിഡ് കാലത്തെ ലോക ഹൃദയ ദിനം നമുക്ക് നൽകുന്നത്. കോവിഡ് മൂലം ഹൃദ്രോഗികളായ ഒത്തിരി ആൾക്കാർക്ക് ഈ പറയുന്ന വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഇല്ലാതായി. കോവിഡ് സൃഷ്ടിച്ച നിയന്ത്രണങ്ങളും കോവിഡ് സൃഷ്ടിച്ച ഭീതിയും ഹൃദ്രോഗികൾക്ക് ആശുപത്രികളിലും ഡോക്ടർമാരിലും എത്തി ചികിത്സ നേടാനുള്ള സംവിധാനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി. അത് ഒത്തിരി ആൾക്കാരിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഈ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കണമോ, ഏതെങ്കിലും മരുന്നുകൾ നിർത്തേണ്ടതായിട്ടുണ്ടോ, എന്തൊക്കെ പരിശോധനകൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ആരോഗ്യ സംവിധാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് ജനങ്ങളിൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഹൃദ്രോഗത്തെക്കുറിച്ച് പ്രാഥമികമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഹൃദ്രോഗം? ഹൃദ്രോഗം എന്നാൽ പ്രധാനമായും നാം വിവക്ഷിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെയാണ്. ഈ തടസ്സങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ ഹൃദയത്തിൻ്റെ പേശികളിലേക്കുള്ള രക്ത ഓട്ടം കുറഞ്ഞു വരികയും സാവധാനം ഈ പേശികൾ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണയായി മിക്കവാറും രോഗികൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാന ലക്ഷണം നെഞ്ചുവേദനയാണ്. നെഞ്ചിൻ്റെ മധ്യഭാഗത്തോ ഇടതുഭാഗത്തോ തുടങ്ങുന്ന വേദന കൈയിലേക്കോ മുതുകിലേക്കോ താടിയെല്ലിലേക്കോ എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ രോഗികൾ വെട്ടി വിയർക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ശക്തമായ രീതിയിലുള്ള ഹൃദയമിടിപ്പോ, ചിലർക്ക് ശ്വാസം മുട്ടലായോ ഒക്കെ ഹൃദ്രോഗം പ്രത്യക്ഷപ്പെടാറുണ്ട്. പ്രമേഹ രോഗികളിൽ ചിലപ്പോൾ കൃത്യമായ രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല. ചിലപ്പോൾ വയറിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന വേദനയോ ഗ്യാസ് ട്രബിൾ എന്ന് നാം വിവക്ഷിക്കുന്ന വയറിലെ അസ്വസ്ഥതകളോ പോലും ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം. എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ കാരണങ്ങൾ? പ്രധാനമായും ഹൃദ്രോഗത്തിന് 4 കാരണങ്ങളാണുള്ളത്. 1 പുകവലി, 2 രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, 3 ഡയബറ്റീസ്, 4 രക്തത്തിൽ അമിതമായ രീതിയിൽ കൊഴുപ്പടിഞ്ഞുകൂടൽ അഥവാ ഡിസ്ലൈപ്പിഡേമിയ. ഈ 4 കാരണങ്ങളാണ് ഹൃദ്രോഗത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാരണങ്ങൾ. അതോടൊപ്പം തന്നെ പൊണ്ണത്തടിയും പ്രായാധിക്യവും ഇവയെല്ലാം ഹൃദ്രോഗത്തിന് കാരണമാകാറുണ്ട്. മാനസിക സമ്മർദ്ദമാണ് ഹൃദ്രോഗത്തിൻ്റെ മറ്റൊരു കാരണം. എങ്ങനെ ഹൃദ്രോഗം കണ്ടുപിടിക്കാം? സാധാരണയായി 45 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വർഷത്തിൽ ഒരു തവണയെങ്കിലും ആനുവൽ ചെക്കപ്പിന് വിധേയമായി ഹൃദ്രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുള്ളവർ ആദ്യമായി ഒരു ഫിസിഷ്യനെയോ കാർഡിയോളജിസ്റ്റിനെയോ സമീപിക്കണം. പ്രാഥമികമായി ചെയ്യുന്ന പരിശോധന ECG ആണ്. പക്ഷേ എന്നാൽ ECG 100% സെൻസിറ്റീവ് അല്ല. ചില രോഗികളിൽ 90%-ലധികം ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ECGയിൽ വ്യതിയാനം കാണാതെയിരിക്കും. അങ്ങനെയുള്ള അവസരങ്ങളിൽ ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഒരു ECG എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ECG വീണ്ടും നോർമലായി കാണുകയും ലക്ഷണങ്ങൾ തുടരുകയും ചെയ്യാൻ ട്രോപ്പോണിൻ പോലുള്ള രക്തപരിശോധനകളിലേക്ക് കടക്കേണ്ടതാണ്. ഈ രക്തപരിശോധനകൾ നടത്തി ഹൃദ്രോഗമുണ്ടെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ രോഗിക്ക് എക്കോ പരിശോധനയും തുടർന്ന് ഹൃദ്രോഗത്തിൻ്റെ തോതനുസരിച്ചിട്ട് ആൻജിയോഗ്രാം പരിശോധനയും ആവശ്യമായി വരും. ഇതൊക്കെയാണ് സാധാരണ ഹൃദ്രോഗികൾ ചെയ്യുന്ന പരിശോധനകൾ. ഇതിൽ 100% സെൻസിറ്റീവായിട്ടുള്ളത് ആൻജിയോഗ്രാം പരിശോധനയാണ്. കൃത്യമായി ഏതൊക്കെ രക്തക്കുഴലിൽ ബ്ലോക്കുണ്ട്, എത്ര ശതമാനം ബ്ലോക്കുണ്ട് എന്നിവയെല്ലാം ആൻജിയോഗ്രാം പരിശോധനയിൽ നമുക്കറിയാൻ സാധിക്കും. എന്തൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ ചികിത്സാ രീതികൾ? സാധാരണയായി ഒരു ഹൃദ്രോഗിക്ക് ഹൃദ്രോഗത്തിൻ്റെ തുടക്കത്തിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് അഥവാ മരുന്നുകൾ വഴിയുള്ള ചികിത്സയാണ് നൽകുന്നത്. രോഗത്തിൻ്റെ കാഠിന്യവും ആൻജിയോഗ്രാമിൽ കാണുന്ന ബ്ലോക്കിൻ്റെ ഗുരുതരാവസ്ഥയും അനുസരിച്ചിട്ടാണ് ചികിത്സ നിശ്ചയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. അതായത് ബ്ലോക്കുള്ള രക്തക്കുഴലുകളിലേക്ക് തുടയിലെയോ കൈയിലെയോ രക്തക്കുഴലുകൾ വഴി ഒരു ബലൂൺ കടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗം വികസിപ്പിക്കുകയും അവിടെ സ്റ്റെൻറ്റ് നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആൻജിയോപ്ലാസ്റ്റി പരിശോധനയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എല്ലാ ബ്ലോക്കുകളും ആൻജിയോപ്ലാസ്റ്റി പരിശോധനയ്ക്ക്
എല്ലാ ബ്ലോക്കുകളും ആൻജിയോപ്ലാസ്റ്റിക്ക് ഉചിതമാകണമെന്നില്ല. ചില ബ്ലോക്കുകൾ ബൈപ്പാസ് സർജറിയിൽ കൂടി മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ശക്തമായ പ്രമേഹ രോഗമുള്ളവരിലും ഹൃദയത്തിൻ്റെ പല ഭാഗത്തുള്ള പല രക്തക്കൊഴലുകളിലും ഒന്നിലധികം ബ്ലോക്കുകളുള്ളവരും അല്ലെങ്കിൽ രക്തക്കൊഴലുകളുടെ ഘടന ആൻജിയോപ്ലാസ്റ്റിക്ക് ഉചിതമല്ലാത്തതുമായ രോഗികൾക്കാണ് സാധാരണയായി ബൈപ്പാസ് സർജറി നടത്തുന്നത്. ഇതൊക്കെയാണ് ഹൃദ്രോഗത്തിൻ്റെ സാധാരണ ചികിത്സാ രീതികൾ. ഈ ചികിത്സകൾക്ക് ശേഷം ഒരു ഹൃദ്രോഗി എന്ത് ചെയ്യണം? കൃത്യമായ വ്യായാമം, ആഹാരങ്ങളുടെ കാര്യത്തിലുള്ള കൃത്യമായ നിയന്ത്രണം, അതായത് ഒരു ഡയറ്റീഷ്യൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഹൃദയാരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, അതോടൊപ്പം മരുന്നുകൾ കൃത്യമായി കഴിക്കുക എന്നിവയാണ് ഹൃദ്രോഗ സാധ്യതകൾ വീണ്ടും തടയാനായിട്ടുള്ള നമ്മുടെ മുമ്പുള്ള വഴികൾ. എന്തായാലും ഈ ഒരു ഹൃദയ ദിനത്തിൽ എല്ലാവർക്കും ഹൃദയാരോഗ്യം നേരുന്നു. നമുക്ക് ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. താങ്ക് യു.